ഇങ്ങോട്ട് വാടാ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വറപ്പിക്കലുകളുമായി പുതിയതായിട്ട് നമ്മൾ തിരുമ്പ വന്നിട്ടുണ്ട്. മോൻ എങ്ങനെയൊക്കെയാണോ ഇതാണ് എനിക്ക് പേടിയാണ്. എത്ര നേരമായിട്ടില്ല തന്നിട്ട് എന്തിട്ട് പറയണ. ഹലോ ഗൈസ്, അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളങ്ങനെ പിന്നീട് തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് പുറത്തിരുന്ന് വീഡിയോ എടുക്കാനേ നിർവാഹമുള്ളൂ. കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ടാവും. നോയ്സ് ക്ലീനപ്പ് ചെയ്യും. പോയാൽ പോയി, പോയില്ലെങ്കിൽ പോയില്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ട് ഒരുപാടൊക്കെ പോയിട്ടുണ്ട്, ചിലതൊന്നും പോയിട്ടില്ല. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഇതുവരെ ചെയ്ത സപ്പോർട്ടിനും മറ്റിനും ഒക്കെ ഒരുപാട് നന്ദി. എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എവിടെ പോയി, എങ്ങനെയാണ്, എന്താ വീഡിയോസ് ഇടാത്തതെന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടുണ്ട്. അവരുടെയൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ലോഗാണ്. അപ്പൊ ഞാൻ തിരിച്ചു വരുന്നത് ഒരുപാട് സന്തോഷങ്ങളും അല്ലെങ്കിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ പറയാനായിരിക്കണമല്ലോ. മാത്രമല്ല നമ്മളെ കണ്ടന്റ് ടൈപ്പ് വീഡിയോസ്, അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ് ഓൺ സ്കിൻ കെയറും ഫാഷനും കാര്യങ്ങളായിട്ട് എല്ലാം വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഏപ്രിൽ 18 വെള്ളിയാഴ്ച എന്റെ മകന്റെ ബർത്ത്ഡേ ആണ്. എന്റെ ആരെങ്കിലും ബേക്കിൽ നിന്നോ നോക്കിയത്. ഞാൻ അമ്മയായിട്ട് 7 വയസ്സ്, അല്ല എന്നിലെ അമ്മയ്ക്ക് 7 വയസ്സ്, ഞാൻ അമ്മയായിട്ട് 7 വർഷമായി. അവന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഏകദേശം ഒരാഴ്ചക്ക് മുന്നേ തന്നെ എനിക്ക് ഉറക്കം വരാറില്ല. മാത്രല്ല എനിക്ക് ഭയങ്കര എന്തോ എവിടേക്കോ എല്ലാ കുഞ്ഞുനാള് തൊട്ട് അന്ന് അവൻ ജനിച്ച് പിറ്റേന്ന് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വരും. അവൻ വയറ്റിലായിരുന്നപ്പോഴുള്ളതെല്ലാം എനിക്ക് ഓർമ്മ വരും. എനിക്ക് കരച്ചിൽ വരും, സങ്കടം വരും, ഓരോ പാട്ട് കേൾക്കുമ്പോൾ സങ്കടം വരും. ആദ്യത്തെ എല്ലാരും അങ്ങനെ ആണല്ലോ. നമ്മുടെ ഉള്ളിനകത്ത് ഒരു ജീവനുണ്ട്. ആ ജീവനെ നമ്മള് നോക്കി എടുത്ത് നമ്മളെ ശ്വാസം കൊടുത്ത് അങ്ങനെയൊക്കെ ആണല്ലോ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ നിർത്തിയിട്ട് തുടങ്ങിയ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് എനിക്ക്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, എന്റെ എക്സൈറ്റ്മെന്റും സങ്കടവും വിഷമങ്ങളും എല്ലാം കൂടി ഇരിക്കുന്നത് കൊണ്ട് അതും ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇന്നൊരു കുഞ്ഞു ബർത്ത്ഡേ വ്ലോഗ് ആക്കി ഇടണം എന്നാണ്. ഇന്നലെ നമ്മളൊരു കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. അവന് 7 വയസ്സായതുകൊണ്ട് ഇന്നലെ രാത്രി 12 മണിക്ക് നമ്മളൊരു കേക്ക് മുറിച്ചു. ഇനിയൊരു കേക്ക് ഉണ്ട്, അത് 2 മണിക്ക് പോയി എടുക്കണം. 2 മണിക്ക് കേക്ക് പോയി നമ്മൾ എടുക്കണം. പിന്നീട് 7 ഗിഫ്റ്റ് വെച്ചൊരു കുഞ്ഞ് സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കാണാം. അതുപോലെ തന്നെ മറക്കാതെ നമ്മളെ ചാനൽ കാണാം. പുതിയതായിട്ട് കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ചാനല് ഇഷ്ടപ്പെടാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമന്റ് എല്ലാം ചെയ്യുക. അപ്പോ ഇന്നത്തെ ഒരു ദിവസത്തിലോട്ട് കിടക്കായിട്ട് ഇപ്പൊ രാവിലെ ആയി. ഞാൻ ഇന്നലെ തന്നെ എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ബീഫ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ബീഫ് മാത്രമേ വാങ്ങാനേ പോയിട്ടുള്ളൂ. കാരണം ഇന്നലെ എനിക്ക് ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. എല്ലാം പോയി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ബീഫ് മേടിച്ച് വെച്ചു. അടുക്കളയിൽ പണിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അടുക്കളയിലുള്ളവരെല്ലാം നാണക്കാരായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ചായ ഇട്ട് കുടിക്കാം. എന്നിട്ട് ബർത്ത്ഡേ ഡെക്കറേഷനും കേക്ക് കട്ടിങ്ങും ഫുഡും ആയിട്ടൊക്കെ ഒരു കുഞ്ഞു വ്ളോഗായിട്ടങ്ങ് നമുക്ക് തീർക്കാം. ഇതാണ് ചുണ്ടിന് വലിയ ഇതാണ്. ഞാൻ അകത്തോട്ട് കയറാൻ നിന്നപ്പോഴാണ് കേട്ടോ അവനും കൊണ്ട് അവന്റെ ഉമ്മ പുറത്തോട്ട് വന്നത്. എന്നോട് ഭയങ്കര കാര്യമാണ്. ഞാൻ എവിടെ നിന്ന് നോക്കിയാലും എന്നെ നോക്കി ചിരിക്കും. കൊച്ചു എന്ത് കണ്ടാണ് എന്നെ നോക്കി ചിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഒക്കെ വലിയ ആൾക്കാർക്കൊന്നും ഒരു വിലയില്ലെങ്കിലും കുഞ്ഞു പിള്ളേർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അടുക്കളയിൽ പോയി. ഇതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇന്നലെ ഞാൻ എല്ലാ ഇലകളും ഒക്കെ വാങ്ങി വെച്ചതായിരുന്നു. പിന്നെ ഞാൻ തന്നെ അത് ഫ്രിഡ്ജിലേക്ക് ചില്ലിൽ എടുത്തിട്ട് കേട്ടോ. അപ്പൊ ഇതേനും എല്ലാം കഴിഞ്ഞു പോയി. അത് ഞാൻ ആ ഫസ്റ്റ് ക്ലിപ്പിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി വെക്കാനുള്ള ലാസ്റ്റത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയായിട്ട് കുറച്ചു നേരം അവനോട് വന്ന് ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് അവൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് എഴുന്നേറ്റ് പോയി. ഓരോന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോഴേക്കും അടുത്ത കുരുപ്പ് കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നു. പുക കൊണ്ടിട്ട് കണ്ണുനീര് വരുന്നു ഗയ്സ്. ഇന്നലത്തെ ബർത്ത്ഡേ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെപ്പറ്റി 2 വാക്ക്. ഇത് വാ തുറക്കാത്ത എക്സ്ട്രീം ലെവൽ ഇൻട്രോവേർട്ട് ചെറുക്കനാണ് ഗയ്സ്. ഓക്കെ, കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. അത് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പൊ പള്ളിയൊക്കെ പിരിഞ്ഞിട്ട് വേണം പോയി എടുക്കാൻ. എനിക്ക് എന്തോ ഒരു മോടിയില്ല. പിന്നെ ജംഗിൾ തീമാണ് കേട്ടോ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ ഒക്കെ സെറ്റ് ചെയ്യണം. എങ്ങനെ എപ്പോഴെന്നൊന്നും ഒരു പിടിയില്ല. പക്ഷെ 12:47 അവൻ ജനിച്ചത്. നോർമലി ആ ഒരു ടൈമിൽ കേക്ക് കട്ട് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും അടുത്ത കേക്ക് കട്ടിങ്. കാരണം നമ്മൾ 12 മണിക്ക് ഓൾറെഡി ഒരു കേക്ക് കട്ട് ചെയ്തല്ലോ. അപ്പൊ നമുക്കിപ്പോഴ് അവൻ ഇന്നലെ അൺബോക്സ് ചെയ്ത ഗിഫ്റ്റ് ഒക്കെ ഒന്ന് നോക്കാം. നമ്മൾ 7 ഗിഫ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 7ാമത്തെ ബർത്ത്ഡേ ഇല്ലേ, അങ്ങനെ റെഡി വെച്ച് സെറ്റ് ചെയ്ത് 7 ഗിഫ്റ്റാണ് കൊടുത്തത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, മറക്കാതെ കാണുക. അവൻ അൺബോക്സ് ചെയ്ത് ഗിഫ്റ്റ് ഒക്കെ പോയി കണ്ടിട്ട് വരാം. ഒരു ഉച്ചയൊക്കെ അപ്പൊ രണ്ടുപേരെ ഞാൻ കുളിപ്പിച്ചു. ഒരു പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുത്തട്ടോ. ഒന്നുമില്ലല്ലേ ഈ ഭിത്തിയിലൊക്കെ വരച്ച് വെച്ചേക്കുന്നവര്. അപ്പോഴേക്കും ബിരിയാണിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ കേക്ക് എടുക്കാനായിട്ട് പോവുകയാണ്. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ക്ലിപ്സും കേക്ക് എടുക്കുന്നതും ഒക്കെ കിട്ടാൻ ഒരു വഴിയില്ല. പിന്നീട് എന്താണ്, ഫുഡൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പള്ളി പിരിഞ്ഞ് വന്നതുകൊണ്ട് പള്ളിയൊക്കെ പിരിഞ്ഞ് ഇനി മാമയൊക്കെ വരാണ്ട് അവരൊക്കെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇക്ക ഫോൺ വിളിക്കുന്ന സമയത്തായിരിക്കും ഈ കേക്ക് നമ്മൾ മുറിക്കുന്നത്. ഒരു 4 മണിയൊക്കെ ആവുമായിരിക്കും. അപ്പൊ എന്നാലും കേക്ക് പോയി എടുത്ത് വെക്കാം. പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് കേക്ക് എടുക്കാൻ പോവാം. അങ്ങനെ നമ്മൾ കേക്കൊക്കെ എടുത്തോണ്ട് വന്നു. 3 ടയറായിട്ടുള്ള കേക്കാണ് കേട്ടോ. നടുക്കൊരു സ്പേസറും ജംഗിൾ തീമിലുള്ള കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പേസറും, പിന്നീട് 2 താഴെ ഒരു ലെയർ, മുകളിലൊരു ലെയറായിട്ട്, അങ്ങനെ 3 ടയറായിട്ടുള്ളൊരു കേക്കാണ്. അതിങ്ങനെ 3ആയിട്ടാണ് തന്നിട്ടുള്ളത്. നമുക്കിവിടെ വന്നിട്ടല്ലേ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് കഴിക്കാനായിട്ടായിരുന്നു. അമ്മ ആദ്യം ഒരു പിടി വായിച്ചു. ആദ്യത്തെ ഉരുള വാരി കൊടുത്തിട്ട് ഞാനും പിന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചോട്ടെ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെക്കറേഷനാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്
എവിടെ വെക്കണം എന്ത് വെക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് അവസാനം നമുക്ക് പുറത്ത് എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ കുറച്ചൊരു പാളിച്ച ഉണ്ടായിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തു. പിന്നെ ഹെൽപ്പിന് ഒരുപാട് കയ്യാളുണ്ടായിരുന്നതുകൊണ്ട് വലുതായിട്ടൊന്നും അറിഞ്ഞില്ല. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. ശരിക്കും ആ കാറ്റാടുന്നത് കൊണ്ടാണ് അതിൻ്റെ ഒരു ഗ്ലിറ്റർ അങ്ങനെ കാണാൻ പറ്റാത്തത്. പിന്നെ ഇക്ക വിളിച്ചു, നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നോക്കിയില്ല തുടങ്ങി. കേക്ക് കട്ട് ചെയ്തു. പിന്നെന്താ ബലൂൺ കുത്തിപ്പൊട്ടിക്കൽ സെറമണിയാണ്, അതാണല്ലോ എല്ലാത്തിൻ്റെയും അവസാനം. അങ്ങനെ ബലൂണൊക്കെ കുത്തിപ്പൊട്ടിക്കട്ടെ. എല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് വയ്യ, ഞാൻ ഉറങ്ങാൻ പോകുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു. എടാ വേണ്ടടാ, പൊട്ടിക്കല്ലേടാ, വേണ്ടടാ.